ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സ്ത്രീ ശക്തി സ്വരൂപിണി. അമ്മ സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ, ഉത്തമമായ, പവിത്രമായ നാമം. മാതൃത്വം എന്നാൽ കാരുണ്യം. കാരുണ്യം ഈശ്വരന്റെ ഭാവവും. മാതൃശബ്ദം കൊണ്ട് സ്ത്രീയിലെ കാരുണ്യവും കറയറ്റ പ്രേമവും ത്യാഗവും ക്ഷമയും സൂചിക്കപ്പെടുന്നു. അതിനാൽ ഒരു സ്ത്രീക്ക് അമ്മയാകാൻ പ്രസവിക്കണമെന്നില്ല. മേൽപ്പറഞ്ഞ ഗുണഗണങ്ങൾക്ക് ഇരിപ്പിടമായവൾ അമ്മ തന്നെ. ഈ മേന്മകൾ ഇല്ലാത്തവർ പ്രസവിച്ചാലും അമ്മയാകുന്നില്ല. അവൾ സ്ത്രീ മാത്രം. സ്ത്രീ സൂദേഹെ എന്നാണ് സ്ത്രീ ശബ്ദത്തിന് അർത്ഥം. പ്രസവിക്കുന്നവൾ സ്ത്രീ എന്ന് സാരം. പക്ഷേ മാതാവ് എന്ന പദത്തിന് മാതാ മഹനീയ, ബഹുമാനാർഹയായവൾ, മാതി ഇതി മാതാ, അളക്കുന്നവൾ ആയതുകൊണ്ട് മാതാവ്. അമ്മ എന്താണ് അളക്കുന്നത്? മക്കളുടെ വളർച്ചയുടെ ഘട്ടങ്ങളെ അളന്ന് അതിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ പരിഹരിക്കുന്നവൾ എന്ന് സാരം. ശരീരത്തിന്റെ വലിപ്പത്തിനും പൊക്കത്തിലുമുള്ള കുറവുകൾ പരിഹരിക്കുക സാധ്യമല്ലല്ലോ. മക്കളുടെ മനോവികാസത്തെ, സംസ്കാരത്തെ അളന്ന് രൂപപ്പെടുത്തുന്നവളാണ് അമ്മ. ഇക്കാരണം കൊണ്ട് തന്നെ ഭാരതം സ്ത്രീക്ക് ഏറ്റവും മഹനീയമായ പദവി സമ്മാനിച്ചു. ഭഗവാൻ ബാബ പലപ്പോഴായി സ്ത്രീകളുടെ മഹിമയെക്കുറിച്ച് അരുളി. ആ ദിവ്യവാണികൾ ശ്രദ്ധിക്കാം. ഗൃഹലക്ഷ്മി, ധർമ്മപത്നി, ഗൃഹനാഥ, അർദ്ധാംഗി, ആദിശക്തി എന്നൊക്കെയാണ് സ്ത്രീകൾ ഭാരതത്തിൽ അറിയപ്പെട്ടത്. വാൽമീകിക്ക് സ്ത്രീത്വത്തെ എത്ര വർണ്ണിച്ചിട്ടും മതി വരുന്നില്ല. ഭക്തി സ്വരൂപിണി എന്നാണ് ആദികവി സ്ത്രീയെ വിശേഷിപ്പിച്ചത്. ഭക്തി എന്നത് ജ്ഞാനപ്രേമങ്ങളുടെ സമ്മേളനമാണല്ലോ. സീതാരാമ, പാർവതീ പരമേശ്വരൻ, ലക്ഷ്മി നാരായണൻ, പ്രകൃതി സ്വരൂപിണി, മാതാപിത, ഭൂമാത എന്നൊക്കെ പറയുമ്പോൾ ഭാരതം സ്ത്രീത്വത്തിന് കൊടുത്തിട്ടുള്ള പ്രാധാന്യം എത്ര വ്യക്തമാണ്. അമ്മയ്ക്കാണ് മക്കളെ നേർവഴിക്ക് കൊണ്ടുവരാൻ എളുപ്പം സാധിക്കുക. അവളിലെ കറയറ്റ സ്നേഹം മക്കളെ അധർമ്മത്തിൽ ചരിക്കാൻ അനുവദിക്കില്ല. പക്ഷേ പിതാക്കന്മാർ പലപ്പോഴും അങ്ങനെയല്ല. അവർ അന്ധമായി പുത്രനെ സ്നേഹിക്കുന്നു. ഫലമോ നാശവും. ദ്വാപരയുഗത്തിലെ അത്തരമൊരു പിതാവായിരുന്നു ധൃതരാഷ്ട്രർ. ഫലമോ ദുര്യോധനൻ എന്ന പുത്രൻ വഴി കുലം മുടിഞ്ഞു. ഇപ്പോൾ പല പിതാക്കന്മാരും ധൃതരാഷ്ട്രരുടെ ശൈലിയിലാണ്. പ്രഹ്ലാദന്റെ ഉപദേശം സ്മരിക്കുക. മക്കളെ ഈശ്വരനിലേക്ക് നയിക്കുന്ന പിതാവാണ് യഥാർത്ഥ പിതാവ്. ഭജനയ്ക്കും സാമൂഹ്യ സേവനത്തിനും പോകാൻ തുനിയുന്ന മക്കളെ വിലക്കുന്ന പിതാക്കന്മാരെ കാണാം. അവർ ധൃതരാഷ്ട്രയെ പോലെയോ ഹിരണ്യകശിപുവിനെ പോലെയോ എന്ന് പറയേണ്ടി വരുന്നു. അമ്മ തന്നെ ദൈവം. സ്ത്രീയിലെ ഏറ്റവും മഹനീയ ഭാവമാണ് മാതൃത്വം. മാതൃദേവോ ഭവ എന്നാൽ അമ്മയെ ദൈവത്തെ പോലെ കണക്കാക്കൂ എന്നല്ല അർത്ഥം. ആർക്കാണോ അമ്മ ദൈവമായിട്ടുള്ളത് അതുപോലെ നീയാകൂ. അതായത് അമ്മ ദൈവം തന്നെയാണ്. ടാഗോർ പറഞ്ഞു, ദൈവം അമ്മയുടെ രൂപം കൊണ്ട് ഓരോ മക്കളുടെ അരികിലും വന്നിരിക്കുന്നു, സ്നേഹിക്കാനും സംരക്ഷിക്കാനും. വ്യക്തിത്വ വികാസത്തിന്റെ കാതൽ അമ്മയുടെ അനുഗ്രഹവും സന്തോഷവുമാണ്. അമ്മയെ സ്നേഹിക്കുന്നതിലൂടെ നമ്മിൽ നാം അറിയാതെ ചില അതിശയകരങ്ങളായ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. നമ്മിലുണ്ടാകുന്ന ആ പരിവർത്തനവും അപ്പോൾ അമ്മയിലുണ്ടാകുന്ന സന്തോഷവും അനുഭവിച്ചറിയുക തന്നെ വേണം. വ്യക്തിയുടെ പൂർണ്ണ വികാസത്തിന് 4 തലത്തിലുള്ള വളർച്ച കൂടിയേ തീരൂ. ശാരീരിക വളർച്ച, ബുദ്ധിപരമായ വളർച്ച, ധാർമ്മികമായ വളർച്ച, ആധ്യാത്മിക വളർച്ച. ഇത് 4ഉം പരിപുഷ്ടമാകുമ്പോഴേ ഒരുവന്റെ വ്യക്തിത്വം പൂർണ്ണമാകൂ. ഇതിൽ അമ്മയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം വളരെ സ്വാഭാവികം. കാരണം കുട്ടിയുടെ നിലനിൽപ്പ് അമ്മയെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ അമ്മയ്ക്ക് മക്കളോടുള്ളത് ദൈവിക സ്നേഹമാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ദിവ്യസ്നേഹം. കാരണം അത്തരമൊരു ദിവ്യസ്നേഹത്തിന്റെ തണലിൽ മാത്രമേ നിസ്സഹായനായ ശിശുവിന് വളരാൻ കഴിയൂ. അമ്മയോടുള്ള ആ സ്നേഹത്തെ ഒന്ന് ദിവ്യമാക്കിയാൽ മാത്രം മതി. അതുവഴി ഈശ്വര ദർശനം വളരെ എളുപ്പം കിട്ടുകയും ചെയ്യും. അതായത് സ്വന്തം അമ്മ ഈശ്വര സ്വരൂപം തന്നെ എന്ന സത്യം ഉള്ളിൽ ഉറപ്പിക്കുക. ഈശ്വരനോടുള്ള ആദരവും സ്നേഹവും വിനയവും അമ്മയോട് കാണിക്കുക. കാരണം നമ്മെ വളർത്താനും സ്നേഹിക്കാനുമായി ഈശ്വരൻ അമ്മയുടെ രൂപത്തിൽ വന്നിരിക്കുന്നു എന്നതാണ് സത്യം. സമസ്ത സൃഷ്ടികളെയും പരിശോധിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഈശ്വരീയ ഭാവം പ്രകടമാകുന്നത് അമ്മയിലാണ്. വിവേചന ബുദ്ധി ഇല്ലാത്ത തള്ളപ്പക്ഷി ആഹാരം കൊത്തിയെടുത്തു കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി കൊടുക്കുന്നു. പക്ഷിക്ക് അതിൽ ഒരു പിശകും പറ്റാറില്ല. പിന്നെ മനുഷ്യമാതാവിന്റെ കാര്യം പറയണമോ? അമ്മയുടെ കരുണയാണ് നമ്മുടെ വളർച്ചയുടെ രഹസ്യം.
അമ്മയോടുള്ള കണക്ക് ശ്രീശങ്കരൻ. 8-ാം വയസ്സിൽ സന്യസിച്ച് ദേശം വിട്ട ശങ്കരൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തിരുന്നു. എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയം ഒന്ന് സ്മരിച്ചാൽ മതി, ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കൊള്ളാം. അന്ത്യവേളയിൽ മകൻ അമ്മയെ സ്മരിച്ചു. ശങ്കരൻ ഉടൻ എത്തുകയും ചെയ്തു. മഹാതപസ്വിയായ മകന്റെ സന്നിധിയിൽ ആ പുണ്യവതി ശരീരം വെടിഞ്ഞു. അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ ചെയ്യവേ ആ പുത്രൻ 5 ശ്ലോകങ്ങൾ ചൊല്ലി. അതാണ് മാതൃപഞ്ചകം എന്ന പേരിൽ പ്രസിദ്ധമായത്. ആ 5 ശ്ലോകങ്ങളുടെ സാരം ഒന്ന് ശ്രദ്ധിക്കൂ. ശ്രീശങ്കരൻ അമ്മയെ വന്ദിക്കുന്നത് ഇങ്ങനെ: നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ, കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടപ്പും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവത്ര യോഗ്യൻ, മകനു മതിനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. പ്രസവവേളയിൽ അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാകും? ഞാൻ ഗർഭത്തിലായിരിക്കെ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദ്ദിച്ചും വിഷമിച്ചും തള്ളി നീക്കിയ ദിവസങ്ങൾ, ജനനശേഷം 1 വർഷത്തോളം മലമൂത്രാദികളിൽ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട്, ഉറക്കം ഒഴിഞ്ഞുള്ള പരിചരണം, പട്ടിണി കിടന്നും കുഞ്ഞിനെ പോറ്റുന്ന അമ്മ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് സന്താനത്തിനാണ് കടം തീർക്കാൻ കഴിയുക? അമ്മേ, ഒരു മകൻ മകൾ എത്ര വലിയവനായാലും അവിടുത്തോടുള്ള കണക്ക് തീർക്കാൻ സാധ്യമല്ല. അതിനാൽ അവിടുത്തെ ഞാൻ നമിക്കുന്നു. ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ സന്യസിച്ചതായി സ്വപ്നം കണ്ട് അതിരാവിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മ ഇപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. നീ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മയെ കണ്ട് സഹപാഠികളും ഗുരുജനങ്ങളും കൂടി കരഞ്ഞുപോയി. അമ്മേ, ആ സ്നേഹത്തിന് മുന്നിൽ നമസ്കരിക്കാൻ മാത്രമേ ഈ മകന് കഴിയൂ. അമ്മേ, അവിടുന്ന് ശരീരം വെടിയുന്ന വേളയിൽ ഒരു തുള്ളി ഗംഗാജലം ചുണ്ടുകളിൽ ഇറ്റിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സന്യാസി ആയതിനാൽ ശ്രാദ്ധമൂട്ടാനും എനിക്കാവില്ല. അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഈ മകനോട് ദയവ് ചെയ്ത് പൊറുക്കണമേ. നീ എൻ്റെ മുത്തല്ലേ, രത്നമല്ലേ, കണ്ണിന്റെ കണ്ണല്ലേ, എൻ്റെ രാജാവല്ലേ, ദീർഘായുസായിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കുട്ടിക്കാലത്ത് ലാളിച്ചു. ആ അമ്മയുടെ വായിൽ ഉണക്കലരി ഇടാൻ മാത്രമല്ലേ എനിക്കിന്ന് കഴിയുന്നുള്ളൂ. പ്രസവവേളയിൽ വേദന സഹിക്കവയ്യാതെ അമ്മേ, അപ്പ, ശിവ, കൃഷ്ണ, ഗോവിന്ദ, ഹരേ മുരാരേ എന്നിങ്ങനെ തിരുനാമം ചൊല്ലി അമ്മ വേദന സഹിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. അമ്മേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞാനിതാ കൂപ്പുകൈയോടെ വന്ദിക്കുന്നു. അദ്വൈതിയായ മഹാസന്യാസിയായ ശ്രീശങ്കരന്റെ മനോഭാവം അമ്മയോട് ഇങ്ങനെയായിരുന്നു. സന്യാസി പോലും അമ്മ എന്ന 2 അക്ഷരത്തിന് മുന്നിൽ തലകുലിക്കുന്നു. കാരണം ആ 2 അക്ഷരത്തിൽ പരമദിവ്യമായ ഈശ്വരഭാവം തുളുമ്പി നിൽക്കുന്നുണ്ട്. വിശ്വജേതാവായ ശ്രീശങ്കരനാണ് അമ്മയോടുള്ള കണക്ക് തീർക്കാൻ ഒരു സന്താനത്തിനും കഴിയുകയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ നിങ്ങളെ ഈ നിലയിലാക്കിയതെന്ന് ഉള്ളുരുകി അറിയുക. ഈ അറിവ് അമ്മയുടെ മുന്നിൽ നിങ്ങളെ വിനയാന്വിതരാക്കും. വിനയമുള്ള മക്കളിൽ അമ്മയുടെ അനുഗ്രഹം അമ്മയറിയാതെ തന്നെ ചൊരിയപ്പെടും. അമ്മയുടെ അനുഗ്രഹമാണ് ഭാവിയുടെ അടിസ്ഥാന ശിലയിടുന്നതെന്ന് മനസ്സിലാക്കൂ. ഭഗവാൻ ബാബയും അമ്മയും പള്ളിക്കൂടത്തിന്റെ പടി പോലും കാണാതെ തൻ്റെ അമ്മയെ വിശ്വത്തോളം വലുതാക്കിയ പുത്രനാണ് ഭഗവാൻ സായിബാബ. ആ മഹതിയുടെ 3 ആഗ്രഹങ്ങൾ ആ ഉത്തമ പുത്രൻ വമ്പൻ പദ്ധതികളാക്കി മാറ്റി. ഈശ്വരാംബ ഭഗവാൻ ബാബയോട് 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. പുട്ടപർത്തിയിലെ പാവങ്ങൾക്കായി കുടിവെള്ളത്തിന് ഒരു കിണർ കുഴിക്കുക, ഒരു കൊച്ചു പള്ളിക്കൂടം, ചെറിയൊരു ആശുപത്രി. അമ്മയുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ ബാബ പ്രവൃത്തി പദത്തിൽ എത്തിച്ചപ്പോൾ അത് ലോകജനത ഇതേവരെ കാണാത്ത 3 മഹാസംഭവങ്ങളായി തീർന്നു. സൗജന്യമായ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, KG മുതൽ MPhil വരെ സമ്പൂർണ്ണ സൗജന്യം. NAC ഇന്ത്യയിൽ A++ കൊടുത്ത സർവകലാശാല കൂടിയാണ് ഈ സൗജന്യ സരസ്വതി മന്ദിരം എന്ന് ഓർക്കുക. സൗജന്യമായതുകൊണ്ട് മോശമാകണം എന്ന് സർവ്വസാധാരണ നിയമം ഇവിടെ തിരുത്തിയിരിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ള 2 മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സമ്പൂർണ്ണം സൗജന്യമായി ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്നു. ജാതി, മത, ലിംഗ, കുബേര, കുചേല വ്യത്യാസമില്ലാതെ ആർക്കും സമീപിക്കാവുന്ന ആതുര ശുശ്രൂഷാ മന്ദിരം.
ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉപയുക്തമായ സൗജന്യമായ കുടിജല വിതരണ പദ്ധതി. ഈശ്വരാംബയുടേതുപോലുള്ള ഒരു പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കില്ല എന്ന് ഭഗവാൻ ബാബ ഒരിക്കൽ പറയുകയുണ്ടായി. കാമധേനുവിന്റെ ദുഃഖം. അമ്മയുടെ സ്നേഹത്തെ വാൽമീകി രാമായണം പരാമർശിക്കുന്നുണ്ട്. ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്ന കാമധേനു ധർമ്മത്തിന്റെ മർമ്മം അറിയുന്ന ആ ദേവധേനു ഒരിക്കൽ ഭൂമിയിൽ 2 കാളുകൾ തളർന്നു കിടക്കുന്നത് കണ്ടു. ഉച്ചവരെ വയലിൽ ഉഴുതുമറിച്ചത് മൂലം ഉണ്ടായ കനത്ത ക്ഷീണമായിരുന്നു കാരണം. കാമധേനുവിന് ആ രംഗം കണ്ട് സഹിക്കവയ്യാതായി. ആ അമ്മയുടെ മിഴികളിൽ നിന്നും വീണ 2 ഇറ്റു കണ്ണീർ ദേവേന്ദ്രന്റെ ദേഹത്തിൽ പതിച്ചു. ഇന്ദ്രൻ ആ ചൂടേറ്റ് വല്ലാതായി. ഉടൻ കാമധേനുവിനെ സമീപിച്ച് ദുഃഖകാരണം തിരക്കി. കാമധേനു പറഞ്ഞു, ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഒരു കൃഷിക്കാരൻ 2 കാളകളെ വെയിലത്തിട്ട് പൂട്ടുന്നത് കണ്ട് എൻ്റെ നെഞ്ചു പൊടിഞ്ഞുപോയി. എൻ്റെ ശരീരത്തിൽ നിന്നും ജനിച്ചതല്ലേ അവരും. അമ്മയ്ക്ക് മക്കളെക്കാൾ പ്രിയങ്കരമായിട്ട് ആരാണുള്ളത്? ലോകം നിറയെ മക്കളുണ്ടെങ്കിലും കാമധേനുവിന് ആ 2 മക്കളുടെ ക്ലേശം കണ്ട് ദുഃഖം സഹിക്കവയ്യാതായി. ഇതാണ് അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം. വിവേകാനന്ദ സ്വാമിയും അമ്മയും. അമ്മ പട്ടിണി കിടന്നാണ് തന്നെ സ്കൂളിൽ അയക്കുന്നത് എന്നറിഞ്ഞ നരേന്ദ്രൻ വിവേകാനന്ദ സ്വാമി ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, നാളെ ഒരു കൂട്ടുകാരൻ എന്നെ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചിട്ടുണ്ട്. രാവിലെ എനിക്കൊന്നും കഴിക്കാൻ വേണ്ട. അമ്മ അത് വിശ്വസിച്ചു. പട്ടിണി കിടന്നാണ് അമ്മ തന്നെ ഊട്ടുന്നതെന്ന് അറിഞ്ഞ ആ കുട്ടി സ്വയം പട്ടിണി സ്വീകരിച്ച് അമ്മയുടെ വിശപ്പടക്കാൻ ശ്രമിച്ചു. നമ്മിൽ എത്ര പേർ ഇക്കാലത്തിനിടയ്ക്ക് അമ്മയുടെ സുഖക്ഷേമങ്ങൾ തിരക്കിയിട്ടുണ്ട്? ആത്മപരിശോധന നടത്തി നോക്കൂ. വിനോബാജിയും അമ്മയും. വിനോബാജി അമ്മയെ സ്മരിക്കുന്നത് വായിക്കൂ. ചെറുപ്പത്തിലൊരിക്കൽ വിന്യൻ എന്നാണ് വിനോബാജി തന്നെ കുറിച്ച് എഴുതുമ്പോൾ ഉപയോഗിക്കാറ്. വിന്യന് ഭൂതത്തെ ഭയമുണ്ടായി. അമ്മ വിന്യനെ ഉപദേശിച്ചു, പരമേശ്വരന്റെ ഭക്തന്മാരെ ഭൂതം ഉപദ്രവിക്കുകയില്ല. ഭൂതത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ റാന്തൽ വിളക്കും എടുത്തു പോകണം. രാമനാമവും ജപിച്ചുകൊള്ളൂ. ഭൂതവും പ്രേതവുമൊക്കെ ഓടി ഒളിക്കും. ഒരിക്കൽ ഒരു രാത്രിയിൽ ചുവരിൽ ഒരു നീണ്ട നിഴൽ കാണാനിടയായി. തൻ്റെ തന്നെ നിഴലായിരുന്നു. വളരെ ദീർഘമായി കാണപ്പെട്ടു. ഇത്ര ദീർഘകായനായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ ഓടി അമ്മയുടെ അടുത്തെത്തി. അമ്മ ചോദിച്ചു, എന്തിനു പേടിക്കണം? അത് നിന്റെ അടിമയാണ്. നീ എന്ത് ആജ്ഞാപിച്ചാലും അവനത് ചെയ്യും. നീ എഴുന്നേറ്റാൽ അവൻ എഴുന്നേൽക്കും. നീ ഇരുന്നാൽ അവനും ഇരിക്കും. എന്നാൽ അതൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ഇരുന്നു, അവനും ഇരുന്നു. ഞാൻ എഴുന്നേറ്റു, അവനും എഴുന്നേറ്റു. ഞാൻ നടക്കാൻ തുടങ്ങി, അവനും നടന്നു. ഞാൻ കിടന്നു, അവനും കിടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ എൻ്റെ അടിമയാണ്. ഇങ്ങനെ ഭൂതത്തെക്കുറിച്ചുള്ള ഭയം ഭക്തി കൊണ്ടും നിഴലിനെ കുറിച്ചുള്ള ഭയം ബുദ്ധി കൊണ്ടും അമ്മ ഒഴിവാക്കി തന്നു. ബാല്യകാലത്ത് ഞാനൊരു രോഗിയായിരുന്നു. അതിനാൽ ഡോക്ടറുടെ ഏതെങ്കിലും മരുന്നുകൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കും. മരുന്ന് തന്നുകൊണ്ട് അമ്മ എന്നെ കൊണ്ട് ഒരു ശ്ലോകം ചൊല്ലിക്കും. ഔഷധം ജാഹ്നവീതോയം വൈദ്യോ നാരായണോ ഹരി. ഞാനതിൻ്റെ അർത്ഥം തിരക്കി. അമ്മ പറഞ്ഞു, വൈദ്യനെ ഈശ്വരൻ എന്ന് കരുതൂ. വൈദ്യൻ തരുന്ന മരുന്ന് ഗംഗാജലമെന്നും. അമ്മ പഠിപ്പുള്ളവളായിരുന്നില്ല. എന്നാൽ ഭക്തവിജയം മുതലായ പുസ്തകങ്ങളുമായി അവർക്ക് പരിചയമുണ്ടായിരുന്നു. ഭക്തവിജയം വായിച്ച് ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പുണ്യാത്മാവ് പഴയ കാലത്തെ ഉണ്ടാകാൻ കഴിയും. അത് കേട്ട അമ്മ മറുപടി പറഞ്ഞു, പുണ്യാത്മാക്കൾ ഇന്നുമുണ്ട്, നാം അവരെ അറിയുന്നില്ലെന്ന് മാത്രം. പുണ്യാത്മാക്കളും സജ്ജനങ്ങളും ഇല്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കുന്നത് പിന്നെ ആരുടെ തപസ്സിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതായിരുന്നു അവരുടെ ഭക്തിയും വിശ്വാസവും. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വിന്യന് നൽകിയ ശിക്ഷണം ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെട്ടു. അമ്മ എനിക്ക് തന്നത് മറ്റാരും തന്നിട്ടില്ല. എന്നാൽ മരണശേഷം അമ്മ തന്നുകൊണ്ടിരിക്കുന്നത് ജീവിച്ചിരിക്കെ തന്നിട്ടുമില്ല. ആത്മാവിന്റെ അമരത്വം സംബന്ധിച്ച് ഇത്ര തെളിവ് മതി എനിക്ക്. പുത്ലിബായി കോകില വ്രതം. മഹാത്മാഗാന്ധിജിയുടെ അമ്മ പുത്ലിബായി ഒരു വ്രതം അനുഷ്ഠിക്കുമായിരുന്നു, കോകില വ്രതം. ആ വ്രതം ആചരിക്കുന്ന ദിവസം കുയിലിന്റെ ശബ്ദം കേട്ടാലേ ഭക്ഷണം കഴിക്കാവൂ. അതാണ് നിയമം. ഒരു കോകില വ്രത ദിനം പകൽ 11:30 ഇതേവരെ കുയിലിന്റെ ശബ്ദം കേട്ടതേയില്ല. കൊച്ചു ഗാന്ധിക്ക് അന്ന് 5 or 6 വയസ്സ്. അമ്മ വിശന്നിരിക്കുന്നത് കണ്ട് കുട്ടിക്ക് വലിയ വിഷമം. കൊച്ചു ഗാന്ധി മെല്ലെ തൊടിയിലിറങ്ങി. പിന്നെ ഒരു മാവിന് പിറകിൽ മറിഞ്ഞു നിന്നു. കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയത് തിണ്ണയിലിരുന്ന പുത്ലിബായി കണ്ടിരുന്നു. മറിഞ്ഞു നിന്ന് കൊച്ചു ഗാന്ധി കുയിലിനെ പോലെ ശബ്ദിച്ചു. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞ് കൊച്ചു ഗാന്ധി വന്നു. അമ്മയോട് ചോദിച്ചു, അമ്മേ, കുയിൽ കോവുന്നത് കേട്ടില്ലേ? ഉവ്വ്, എന്തേ? അമ്മ തിരക്കി. മകനാണ് ആ ശബ്ദം കേൾപ്പിച്ചതെന്ന് അറിയാമായിരുന്നിട്ടും അമ്മ അത് പ്രകടിപ്പിച്ചില്ല. അമ്മയുടെ വാക്കുകൾ കേട്ട് കുട്ടി പറഞ്ഞു, എങ്കിൽ പിന്നെ ഇനി ഭക്ഷണം കഴിക്കരുതോ? മകൻ കളിയായിട്ടല്ല കാര്യമായിട്ടാണ് പറയുന്നത് എന്ന് പുത്ലിബായിക്ക് മനസ്സിലായി. അമ്മയുടെ മുഖം വിവർണമായി.
സങ്കടവും ദേഷ്യവും നിറഞ്ഞു മന്തി. ഒരു കൈകൊണ്ട് കൊച്ചു ഗാന്ധിയുടെ ഇരു കൈയും പിടിച്ച് അടുത്തേക്ക് വലിച്ച് മറ്റേ കൈകൊണ്ട് അമ്മ ഒരടി തുടക്കി കൊടുത്തു. പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞുപോയി, ശ്രീ പരമേശ്വര, ഞാൻ എന്ത് മഹാപാപം ചെയ്തിട്ടാണ് നുണ പറയുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് തന്നത്? അമ്മയുടെ ഏങ്ങലടി കൊച്ചു ഗാന്ധിയുടെ ഹൃദയത്തിൽ തറച്ചു. താൻ നുണ പറഞ്ഞത് അമ്മയ്ക്ക് വലിയ ദുഃഖത്തിനിടയാക്കി എന്ന് കുട്ടി തിരിച്ചറിഞ്ഞു. അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കുട്ടി പറഞ്ഞു, ഇനി ഞാൻ നുണ പറയില്ല അമ്മേ, അമ്മ കരയല്ലേ. ഗാന്ധിജിയുടെ സത്യനിഷ്ഠയുടെ ആരംഭം അവിടെ നിന്നാണ്. അന്ന് അമ്മയോട് പറഞ്ഞ വാക്ക് ആ കുട്ടി ജീവിതം മുഴുവൻ പാലിച്ചു. ഹരിശ്ചന്ദ്ര നാടകം കണ്ടപ്പോൾ സത്യനിഷ്ഠ ഒന്നുകൂടി ഉറച്ചു. അമ്മയുടെ കണ്ണീർ കൊച്ചു ഗാന്ധിയുടെ ജീവിതം തന്നെ തിരുത്തിയെഴുതി. 3 ആഭരണങ്ങൾ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. മകൻ ഉന്നത നിലയിലായി. അമ്മയോട് ഒരു നാൾ മകൻ പറഞ്ഞു, എത്ര നാളായി അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. ഒരു നല്ല വസ്ത്രം പോലും എൻ്റെ അമ്മ ഉടുത്ത് കണ്ടില്ല. പറയൂ, അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? എൻ്റെ കൈവശം പണമുണ്ട്, അമ്മ പറഞ്ഞു. എനിക്ക് 3 ആഭരണം വേണം. ഞാനത് പറയാം, കുറച്ചുകൂടി കഴിയട്ടെ. പിന്നീട് പലവട്ടം വിദ്യാസാഗർ ആഭരണത്തെക്കുറിച്ച് അമ്മയോട് ചോദിച്ചു. അമ്മ ഒഴിഞ്ഞു മാറി. അദ്ദേഹത്തിന് പലവട്ടം ഉദ്യോഗക്കയറ്റം കിട്ടി. അക്കാലത്ത് അമ്മ മനസ്സ് തുറന്നു. മക്കളെ, നമ്മുടെ ഗ്രാമത്തിൽ ഒരു കൊച്ചു പള്ളിക്കൂടം, വെള്ളം കുടിക്കാനുള്ള സംവിധാനം, ചെറിയൊരു ആശുപത്രി, ഇതാണ് അമ്മയ്ക്ക് വേണ്ട 3 ആഭരണങ്ങൾ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു. അങ്ങനെ അമ്മയെ 3 ആഭരണങ്ങൾ അണിയിച്ചു. അമ്മയുടെ അനുഗ്രഹം വിദ്യാസാഗറിനെ ആദരണീയനും കീർത്തിമാനുമാക്കി. കുക്കുടമഹർഷി. പുണ്ടരീകൻ തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. പുതുമണവാട്ടിയും കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ വൃദ്ധ മാതാപിതാക്കൾക്കും യാത്രയ്ക്ക് ആഗ്രഹം. പക്ഷേ പുണ്ടരീകന് അവരെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ല. ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി അവരെ കൂടെ കൂട്ടി. നടന്നാണ് യാത്ര. മാതാപിതാക്കൾ നടന്ന് ക്ഷീണിച്ചു. പുണ്ടരീകൻ അവരെ ഗൗനിച്ചില്ല. ഭാര്യയ്ക്ക് ക്ഷീണം തോന്നിയപ്പോൾ അയാൾ അവരെ ചുമലിലേറ്റി നടന്നു. സന്ധ്യയായപ്പോൾ പുണ്ടരീകൻ കുക്കുടമഹർഷിയുടെ ആശ്രമത്തിലെത്തി. കുറെ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളും ഏന്തി വലിഞ്ഞെത്തി. പുണ്ടരീകൻ ആശ്രമമുറ്റത്തെ വൃക്ഷച്ചുവട്ടിലിരുന്നു. അപ്പോൾ അതിവിരൂപകളായ 7 സ്ത്രീകൾ ആശ്രമത്തിലേക്ക് കടന്നുപോയി. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ 7 സ്ത്രീകളും പുറത്തിറങ്ങി. ഇപ്പോൾ അവർ അതീവ സുന്ദരികൾ. പുണ്ടരീകൻ അന്തം വിട്ടുപോയി. അയാൾ അവരെ നമസ്കരിച്ചു. അവർ ആരെന്ന് തിരക്കി. അവർ മൗനം പൂണ്ടതേയുള്ളൂ. അയാളുടെ നിർബന്ധം സഹിക്കവയ്യാതെ അവർ പറഞ്ഞു, ഞങ്ങൾ സപ്തനദികളാണ്. നിങ്ങളെപ്പോലെ മാതാപിതാക്കളെ ഗൗനിക്കാത്ത മഹാപാപികൾ പുണ്യനദികളിൽ കുളിക്കുമ്പോൾ ഞങ്ങൾ വിരൂപകളാകുന്നു. ഈ ആശ്രമത്തിൽ വന്ന് കുക്കുടമഹർഷിക്ക് സേവനം ചെയ്യുന്നതോടെ ഞങ്ങളുടെ വൈരൂപ്യം അകലുന്നു. ഹാവു, എങ്ങനെയാണ് കുക്കുടമഹർഷിക്ക് ഇത്രയും വലിയ തപശക്തി കിട്ടിയത്? എന്തു കഠിന തപസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്? പുണ്ടരീകൻ ചോദിച്ചു. അദ്ദേഹം നിത്യവും മാതാപിതാക്കളെ പരിചരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പൂജ, ദേവിമാർ പറഞ്ഞു. ആ വാക്കു കേട്ടതും പുണ്ടരീകന്റെ മനം മാറി. അന്നു മുതൽ അദ്ദേഹം തികഞ്ഞ മാതൃപിതൃഭക്തനായി. മഹാവിഷ്ണു പുണ്ടരീകന്റെ മാതൃപിതൃ പരിചരണം കണ്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. വിഠൽ എന്ന പേരിൽ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ഭഗവാന്റെ ആവിർഭാവം അങ്ങനെയായിരുന്നു. ഗാന്ധാരിയുടെ തെറ്റ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. കൗരവർ മുഴുവൻ നശിച്ചു. ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ 100 മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരി വിലപിച്ചു. കൃഷ്ണ, അങ്ങ് സഹായിച്ചത് കൊണ്ടാണ് പാണ്ഡവർ ജയിച്ചത്. എന്റെ 100 മക്കളെ വധിച്ചതിന്റെ ഉത്തരവാദിത്വം അങ്ങേക്ക് തന്നെ. മന്ദഹാസത്തോടെ ശ്രീകൃഷ്ണൻ അരുളി, ഞാൻ ആരെയും രക്ഷിച്ചിട്ടുമില്ല, ശിക്ഷിച്ചിട്ടുമില്ല. അവരവർ ചെയ്യുന്നതിന്റെ ഫലം അവരവർ അനുഭവിക്കുന്നു, അത്രമാത്രം. ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ കുട്ടികളെ ശാസിച്ചിട്ടുണ്ടോ? അന്ധനായ ഭർത്താവിനൊപ്പം ക്ഷണിച്ചു വരുത്തിയ അന്ധതയുമായി നിങ്ങൾ കാലം കളഞ്ഞു. കുന്തിദേവിയെ നോക്കൂ. ഭർത്താവ് മരിച്ചിട്ടും പുത്രന്മാരുടെ കൂടെ സദാ അവർ ഉണ്ടായിരുന്നു. മക്കളുടെ സുഖത്തിലും പ്രത്യേകിച്ച് ദുഃഖത്തിലും കുന്തി പിന്തിരിഞ്ഞില്ല. അമ്മയുടെ സാമീപ്യം അവരെ നല്ലവരാക്കി. അമ്മയുടെ സ്നേഹവും ശാസനയും മക്കളുടെ നല്ല വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അമ്മയുടെ അനുഗ്രഹം കിട്ടാത്തവന് എങ്ങനെ ഈശ്വരന്റെ അനുഗ്രഹം ലഭിക്കും? ഭഗവാൻ ബാബ ഈ വിധം മാതൃമഹിമ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ സദാ ഓർമ്മയിലിരിക്കട്ടെ. ഓം തത്സത്.